നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിസ്റ്റിനെ കുറിച്ചാണ്. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസിനെ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് എന്ന് പറയുമ്പോൾ അതിൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കാം, സ്ട്രിങ്ങുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്പേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെന്ന് വിചാരിച്ചു, നമ്പേഴ്സ് മാത്രമുള്ളൊരു ലിസ്റ്റ്. അപ്പോൾ ഒരു 5, 10, 65, 100 ഇതൊക്കെ എന്താണ്? നമ്പേഴ്സ് മാത്രമുള്ള ഒരു ലിസ്റ്റാണ് അല്ലേ. ഇനി സ്ട്രിങ് മാത്രമുള്ള ഒരു ലിസ്റ്റാണെങ്കിൽ എങ്ങനെ വരും? റോസ്. നമുക്കറിയാം സ്ട്രിങ് എഴുതുമ്പോൾ നമ്മൾ സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ ആണ് എഴുതുക. ഓക്കെ, റോസ്, ജാസ്മിൻ. ഓക്കെ, ലിസ്റ്റിൻ്റെ അകത്ത് നമുക്ക് സ്ട്രിങ്ങിനെ ഉൾക്കൊള്ളിപ്പിക്കാം, ഈ നമ്പേഴ്സിനെ ഉൾക്കൊള്ളിപ്പിക്കാൻ പറ്റും. വേണമെങ്കിൽ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വേറൊരു ലിസ്റ്റിനെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ലിസ്റ്റിൻ്റെ പ്രത്യേകത. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മ്യൂട്ടബിൾ ആണ്. കാരണം എന്താ മ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിൽ വാല്യൂസിനെ ആഡ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം, എന്ത് മാറ്റങ്ങളെല്ലാം വരുത്താൻ പറ്റും. ഓക്കെ, ഇപ്പം ഞാൻ എല്ലാം ഉള്ള ഒരു ലിസ്റ്റിനെ കാണിച്ചു തരാം. അപ്പോൾ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ, എറർ ഉണ്ടെന്ന് പറയാം. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ആദ്യം കാണിച്ചതിൽ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ, രണ്ടാമത് കാണിച്ചതിൽ സ്ട്രിങ് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നതിൽ രണ്ടും ഇൻക്ലൂഡഡ് ആയിട്ടാണ്. ഓക്കെ, 10 റോസ്, ഓക്കെ, റോസ്, പിന്നെ ഒരു ഡെസിമൽ നമ്പർ 8.8. ഓക്കെ, ഞാൻ എൻട്രോ ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്താ, ഞാനതിൽ ഡെസിമൽ നമ്പർ ഉൾപ്പെടുത്തി, ഒരു റിയൽ നമ്പർ, അത് സാധാരണ ഒരു നമ്പർ ഉൾപ്പെടുത്തി, പിന്നെ ഒരു സ്ട്രിങ് ഉൾപ്പെടുത്തി. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇനി ഞാൻ പറഞ്ഞു ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വേണമെങ്കിൽ വേറൊരു ലിസ്റ്റിനെയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന്. ഞാൻ ജസ്റ്റ് എഴുതുകയാണ്. നമ്മുടെ ഫസ്റ്റ് എൻ ആണ്, രണ്ടാമത്തെ ലിസ്റ്റ് എസ് ആണ്, സ്ട്രിങ്ങും ഇതും കൂടെ ഉള്ളത് കേട്ടോ. ഇപ്പോൾ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വേറൊരു ലിസ്റ്റ് വരുന്നത് ഞാൻ ജസ്റ്റ് ടി എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് വന്നു? ടി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇതിലാദ്യം മൊത്തത്തിൽ പുറത്തൊരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു, അതിൻ്റെ അകത്ത് നമ്മുടെ എൻ എന്ന് പറയുന്ന ഒരു ലിസ്റ്റും എസ് എന്ന് പറയുന്ന ലിസ്റ്റിനെയും കോമ ഇട്ടിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വേറെ രണ്ട് ലിസ്റ്റുകൾ കണ്ടു. ഓക്കെ, ഇതൊക്കെയാണ് ലിസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ ഇതുപോലെ തന്നെ ലിസ്റ്റിന് കുറേ മെത്തേഡ്സുകളുണ്ട്. ഞാൻ പറഞ്ഞു ലിസ്റ്റ് മ്യൂട്ടബിൾ ആണെന്ന് അല്ലേ. അപ്പോൾ ലിസ്റ്റ് മ്യൂട്ടബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലിസ്റ്റിനെ ആഡ് ചെയ്യാം, ചിലപ്പോൾ വേണമെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിക്ക് നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ലിസ്റ്റ് എടുക്കുകയാണ്, ആർ എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് എടുക്കുകയാണ്. ഈ ആർ എന്ന് പറയുന്ന ലിസ്റ്റിന് എന്തൊക്കെ വാല്യൂസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? വേണ്ട, നമ്മുടെ കയ്യിൽ ഓൾറെഡി എൽ എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ട് അല്ലേ, അതന്നെ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. എൽ എന്തായിരുന്നു? ഇതായിരുന്നു എൽ. അപ്പോൾ എൽ ഡോട്ട്, ഡോട്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമുക്ക് ഡോട്ട് എന്ന് ഞെക്കി കഴിയുമ്പോൾ തന്നെ കുറേ മെത്തേഡ്സുകൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എല്ലാം നോക്കി നോക്കാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് ലെൽ ഡോട്ട് അപ്പൻഡ്. ഓക്കെ, എൽ ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഒരു ബ്രാക്കറ്റ് കൊടുത്തു. ഇനി ആ ബ്രാക്കറ്റിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഒരു നമ്പർ, ഫോർ എക്സാമ്പിൾ 50 എന്ന് പറഞ്ഞൊരു നമ്പർ കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? എൽ എന്ന് പറഞ്ഞ ലിസ്റ്റിൽ അപ്പൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? ആഡ് ചെയ്യണം, ഒരു വാല്യൂവിനെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ 50 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ആ 50 എന്ന് പറയുന്ന നമ്പറിനെയാണ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ 50 എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി എല്ല് കൊടുത്താൽ എന്ത് വരും? ഇപ്പോൾ എല്ല് കൊടുത്തപ്പോൾ എന്ത് വന്നു? 50 ലാസ്റ്റ് പൊസിഷനിലേക്ക് വന്നു അല്ലേ. അപ്പോൾ അതായത് അപ്പൻഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വാല്യൂ ആണ് അപ്പൻഡ് കഴിഞ്ഞിട്ടുള്ള ബ്രാക്കറ്റിൽ നമ്മൾ എന്ത് വാല്യൂ ആണോ കൊടുക്കുന്നത് അത് നമ്മുടെ ലിസ്റ്റിൻ്റെ ലാസ്റ്റ് പൊസിഷനിലേക്കായിരിക്കും വന്ന് ആഡ് ആവുന്നത്. ഓക്കെ, ഇനി വേറൊരു ടൂളുണ്ട്, എൽ ഡോട്ട് ഇൻസേർട്ട്. ഇൻസേർട്ട് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ പൊസിഷൻ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇൻഡെക്സ് പൊസിഷൻ എങ്ങനെയാണ്? 0, 1, 2 അങ്ങനെയാണ് ഇൻഡെക്സ് പൊസിഷൻ വരുന്നത്. അപ്പോൾ നമുക്ക്
ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഇൻസേർട്ട് എന്ന് പറയുന്നതിൻ്റെ ബ്രാക്കറ്റിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പൊസിഷൻ കൊടുക്കണം. എന്നിട്ട് എന്ത് കൊടുക്കണം, എന്താണ് ആ പൊസിഷനിലേക്ക് ഏത് വാല്യൂ ആണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു 100 കൊടുത്തു. ഓക്കെ, അതായത് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ എന്താണ്, എൽ എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് രണ്ടാമത്തെ പൊസിഷനിലേക്ക് എന്താവണം, 100 അപ്പൻഡ് ചെയ്യണം. രണ്ടാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 0 1 2 അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ആ പൊസിഷനിൽ എവിടേക്കാണ് അപ്പൻഡ് അയക്കണേന്ന് നോക്കാം. കണ്ടോ, 0-ൽ കിടക്കുന്നത് 10 ആണ്, 1-ൽ കിടക്കുന്നത് റോസ് ആണ്. നമുക്ക് 2 എന്ന് പറയുന്ന 0 1 2 എന്ന് പറയുന്ന പൊസിഷനിൽ എനിക്ക് എന്ത് വന്നു, 100 അപ്പൻഡ് ആയിട്ടുണ്ട്, അല്ല ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എന്ത്, നമ്മുടെ ഇൻസേർട്ട് എന്ന് പറയുന്ന മെത്തേഡ്. അടുത്തതായിട്ട് എല് എന്ന് പറയുന്ന ലിസ്റ്റിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, വേറൊരു ലിസ്റ്റിനെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എൽ ഡോട്ട് എന്ന് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ എൽ ഡോട്ട് എക്സ്റ്റെൻഡ് ഇവിടെ കിടക്കുന്നുണ്ട്, എക്സ്റ്റെൻഡ്. ഓക്കെ, എൽ ഡോട്ട് എക്സ്റ്റെൻഡ് ഏതാ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എൻ കൊടുക്കാം അല്ലേ. എൻ എന്ന് പറയുന്ന ലിസ്റ്റിനെ കൊടുത്തു. ഇതാ ഇപ്പോൾ നമ്മുടെ എൽ എന്ന് പറയുന്ന നമ്മുടെ ലിസ്റ്റിലേക്ക് എൻ എന്ന് പറയുന്ന ലിസ്റ്റിലെ 5 10 65 100 കൂടെ എന്തായി, ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കേണ്ടത്. അടുത്തത് നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ നിന്ന് റിമൂവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, എൽ ഡോട്ട് റിമൂവ്. നമുക്കറിയാലോ റിമൂവ് തന്നെയാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്തിട്ട് ഈ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കേണ്ടത് ഏത് വാല്യൂ ആണോ റിമൂവ് ചെയ്യേണ്ടത് ആ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ആ ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടത്. എനിക്കിപ്പോൾ ഇതിന്ന് റിമൂവ് ചെയ്യേണ്ടത് ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10-നെ എനിക്ക് റിമൂവ് ചെയ്യേണ്ടത്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ലിസ്റ്റിൽ നമുക്ക് വാല്യൂസ് റിപ്പീറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. കാരണം നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാം, ഫസ്റ്റ് ഒരു 10 വന്നിട്ടുണ്ട്, അതിന് ശേഷം ഒരു 10 വന്നിട്ടുണ്ട്, 100ഉം 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വാല്യൂസ് റിപ്പീറ്റ് ആയി എന്ന് വിചാരിച്ചിട്ട് ലിസ്റ്റിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഞാനിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നത് 10 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ്. ഓക്കെ, നോക്കട്ടെ, 10 ഏത് 10 റിമൂവ് ആയത്, ഫസ്റ്റത്തെ പൊസിഷനിൽ 10 ആണ് എന്തായത്, റിമൂവ് ആയത്. പക്ഷെ എനിക്ക് ഫസ്റ്റത്തെ പൊസിഷനിലെ 10 ആയിരുന്നില്ല റിമൂവ് ആവേണ്ടത്. എനിക്ക് ഇന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു എലമെൻ്റ് ആയിരുന്നു എനിക്ക് റിമൂവ് ആവേണ്ടിയിരുന്നത്, അല്ല ഇന്ന പൊസിഷനിലെ 10 ആയിരുന്നു റിമൂവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10 2 തവണ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റത്തെ 10-നെയാണ് റിമൂവ് ചെയ്ത് കളഞ്ഞത്. പക്ഷെ എനിക്ക് പൊസിഷൻ വെച്ച് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, പോപ്പ് ആണ് യൂസ് ചെയ്യുക, പോപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യണം, പോപ്പിൻ്റെ അകത്ത് നമ്മൾ എന്താ കൊടുക്കുക, കണ്ടോ, ഇൻഡെക്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പറയും റിമൂവ് ആൻഡ് റിട്ടേൺ ഐറ്റം അറ്റ് ദ ഇൻഡെക്സ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡെക്സ് വെച്ചാണ് പോപ്പിൽ റിമൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏത് പൊസിഷനിലുള്ള ആളെയാണ് റിമൂവ് ചെയ്യേണ്ടതിൽ, നമുക്ക് ഒരു 5-നെ അങ്ങ് റിമൂവ് ചെയ്തേക്കാം. 5 എന്ന് പറയുമ്പോൾ ഏതാണ്, 0 1 2 3 4. നോക്കാം 5 ആണോ റിമൂവ് ആവണേ, നമുക്ക് തെറ്റിയോ നോക്കാം കേട്ടോ. 5 കണ്ടോ, 5 ആണ് റിമൂവ് ആയിട്ടുള്ളത്. അപ്പം നമുക്ക് എല്ലാം എങ്ങനെയായി നോക്കാം, 5 പോയി കണ്ടോ. പോപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ താഴെ 5 വന്ന എന്താണ്, 5 ആണ് റിമൂവ് ആയതെന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, അടുത്തൊരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണ്. യെസ് ഡോട്ട് ക്ലിയർ. കണ്ടോ, റിമൂവ് ഓൾ ഐറ്റം ഫ്രം ദ ലിസ്റ്റ്. എല്ലാം നമുക്ക് അതിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എസിൻ്റെ അവസ്ഥ എന്താണ്, കണ്ടോ, എസ് ഒരു എംപ്റ്റി ലിസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ സോർട്ടാണ്. സോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് നമ്പേഴ്സുകൾ ഉണ്ടെങ്കിൽ ആ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ളത് എൻ എന്ന് പറയുന്നൊരു ലിസ്റ്റ് ആദ്യം ഉണ്ടല്ലോ. അപ്പോൾ ആ ലിസ്റ്റിന് ഞാനിന്ന് സോർട്ട് ചെയ്യാൻ പോവാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അസെൻഡിങ്, അപ്പോൾ ഓൾറെഡി അത് അസെൻഡിങ് ഓർഡറിലാണ് ഇരിക്കുന്നത്. എൻ ഡോട്ട് ഇൻസേർട്ടിൽ
എന്ത് ചെയ്യാം, നമുക്ക് രണ്ടാമത്തെ പൊസിഷൻ, അപ്പോൾ അതായത് 1 അല്ലേ, 1, എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് എന്ത് കൊടുക്കാം, ഒരു 25 കൊടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്നെ ഇങ്ങനെയായി നോക്കട്ടെ. 5, 25, 10, 65, 100 എന്നായിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്ത് നോക്കട്ടെ, ഒന്ന് സോർട്ട് ചെയ്ത് നോക്കട്ടെ. n ഡോട്ട് സോർട്ട് എന്ന് പറഞ്ഞ് കൊടുത്തു. എന്താ സംഭവിക്കണേ നോക്കാം. കണ്ടോ, ഓർഡറിലായില്ലേ, 5, 10, 25, 65, 100 ആയി. ഇതാണ് എന്ത് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഇത് അസെൻറ്റ് എന്താണ്, ചെറുതെന്ന് വലുതിലേക്കുള്ള രീതിക്കാണ്. നമുക്ക് എന്ത് ചെയ്യണം, വലുതെന്ന് തിരിച്ച് വേണം. ഓക്കെ, ഡിസെൻഡിങ് ഓർഡറിൽ വേണം. ഇപ്പോൾ ഡിസെൻഡിങ് ഓർഡറിൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് കൊടുക്കും, ഇപ്പോൾ സോർട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കും, റിവേഴ്സ് ഈക്വൽ ടു ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെ കണ്ട തിരിഞ്ഞതാണ്ടോ. ഇതാണ് എന്ത് സോർട്ടിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ വരാനുള്ള ഐഡിയ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഓർഡറിനെ ഈ സെയിം തന്നെ ഓർഡറിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലുള്ളതിനെ ഒന്നുകൂടെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇത് നമ്മൾ ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് നമ്മുടെ പഴയ എല്ലിലേക്ക് തന്നെ തിരിച്ചു വരാം. എൽ ഡോട്ട് റിവേഴ്സ്, ഇല്ലെങ്കിൽ നമ്മൾ ഓക്കെ കണ്ടോ, റോസ് ലാസ്റ്റായി 100 ഒക്കെ ഫ്രണ്ടിൽ വന്നു. ഓക്കെ, ഇതാണ് എന്ത് റിവേഴ്സ് എന്ന് പറയുന്ന മെത്തേഡ്. ഇനി നമുക്ക് കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് നോക്കുക കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക. എൽ ഡോട്ട് കൗണ്ട് ഓഫ്, നമുക്ക് പറയാം 100 2 പ്രാവശ്യം വന്നിരിക്കുന്നത് അല്ലേ, 2 തവണ കണ്ടോ, 2 തവണ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി, കൗണ്ടായി. ഇനി നമുക്ക് ഒരു വാല്യൂവിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എത്രയാണെന്ന് അറിയണം. അതിന് നമ്മൾ എന്ത് ചെയ്യാം, ഇൻഡെക്സ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കും. എൽ ഡോട്ട് ഇൻഡെക്സ്, നമുക്ക് ഏത് വാല്യൂവിൻ്റെയാണ് അറിയേണ്ടത്, 8.8ൻ്റെ. ഓക്കെ, 0, 1, 2, 3, 4 കണ്ടോ, 4 എന്ന് പറയുന്നതാണ് എന്ത് 8.8ൻ്റെ ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് മെത്തേഡ്സുകൾ വരുന്നത്. പിന്നെ ഒരു മെത്തേഡും കൂടി ഉണ്ട്, കോപ്പി എന്ന് പറയുന്നത്. ആ കോപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മളിപ്പോൾ ഒരു ലിസ്റ്റിനെ വേറൊരു ലിസ്റ്റിന് ഈക്വൽ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൽ വരുന്ന എന്ത് മാറ്റവും മറ്റേ ലിസ്റ്റിനും കൂടെ വരും എന്നുള്ളതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ n ഈക്വൽ ടു എന്ത് കൊടുക്കാൻ പോവാണ്, എൽ ഡോട്ട് കോപ്പി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലിന് എന്ത് വ്യത്യാസം വന്നാലും അത് എന്നിനും വരും. ഇനിയിപ്പോൾ എന്നെ എങ്ങനെ ഇരിക്കും നോക്കട്ടെ. ഇതാണ് ഇപ്പോൾ എന്നിൻ്റെ അവസ്ഥ. നമ്മുടെ പഴയ എണ്ണ് മാറി ഇപ്പോൾ എന്തായി, പുതിയ ഈ എണ്ണായി മാറി, അതായത് എല്ല് തന്നെയായി. ഓക്കെ, ഇതാണ് കോപ്പി എന്ന് പറയുന്ന മെത്തേഡ്.